Hi dears, Assalamu alaikum. Welcome back to Shamna's Kitchen. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കട്ട്ലറ്റ് എന്ന് പറയുന്നത് വഴറ്റണ്ട ഷേപ്പ് ചെയ്യണ്ട ഒരുപാട് സമയം ലാഭമായിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ, എന്നാൽ സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ സാധാ നമ്മൾ കട്ട്ലറ്റിന് എടുക്കുന്ന പോലെ കുറച്ച് പൊട്ടാറ്റോ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുത്തതാണ്. മുഴുവനായിട്ട് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തതാണ്. നല്ല ചൂടോടുക്ക് ഉടച്ചെടുക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പച്ചമുളക് അരിഞ്ഞതുകൂടിയും ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാക്സിമം ചെറുതാക്കി തന്നെ അരിയാൻ നോക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ അതാ 1/4 ടീസ്പൂണിൻ്റെ കുറച്ചധികം പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇത് നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കറിയിൽ നിന്ന് എടുത്ത ബീഫാണ്, മസാല കെട്ട് വെച്ച കറിയിൽ നിന്ന് എടുത്ത ബീഫ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക, കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ കൈ വെച്ച് കുഴച്ചെടുത്താൽ അത്രയും നല്ലത്, അപ്പോഴാണ് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുക. ഇനി ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലാണ് ഞാനിത് ഷേപ്പ് ചെയ്യുന്നത്. ഈ ട്രേയിൽ നിരത്തി കൊടുക്കുകയാണ്, ഒരേ ലെവലിൽ നിരത്തി കൊടുക്കുകയാണ്. നമുക്ക് എത്ര കട്ടിയാണ് വേണ്ടത് ആ കട്ടിക്കനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതേ വേണ്ട ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റണം. 1-1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുള്ളായിരുന്നു. 1.5 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസാക്കി എടുക്കുകയാണ് വേണ്ടത് ഈ ഒരു മിക്സിനെ. ആ ടൈമിൽ നമ്മൾ ഇതിലേക്കുള്ള കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കി മാറ്റി വെക്കുക. ഓവറായിട്ട് അങ്ങ് ലൂസായി പോവണ്ട, കാരണം എന്താ വെച്ചാൽ നമ്മളെ കട്ട്ലറ്റുമേൽ പിടിക്കാൻ പാകത്തിനുള്ള ലൂസ് മതി. അപ്പോൾ നിങ്ങൾക്കിത് കലക്കിയെടുക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഞാൻ 1 മണിക്കൂർ കഷ്ടിച്ച് 1 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയൊക്കെ സെറ്റ് ആവാനുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കുക്കിംഗ് കട്ടറൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയറിലും റെക്ടാങ്കിളിലും പല ഷേപ്പിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും പതുക്കെ ഇളക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. നമ്മൾ കട്ട്ലറ്റ് ആണെങ്കിൽ കയ്യിലൊക്കെ ആക്കിയിട്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഷേപ്പറിലേക്ക് മാറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ കട്ട്ലറ്റിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല ടേസ്റ്റിനൊന്നും. വാറ്റാഞ്ഞിട്ടൊന്നും ഒരു ടേസ്റ്റ് കുറവോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ മൊത്തം ഈ ട്രേന്ന് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സിൽ ഓരോന്നും ഇട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിന് പകരം നിങ്ങൾക്ക് സാധാ നമ്മൾ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ എഗ്ഗ് വെച്ചിട്ടും ബാറ്റർ റെഡിയാക്കാം കേട്ടോ. എഗ്ഗും ഉപ്പും കുരുമുളകൊക്കെ ചേർത്തിട്ടും മുട്ടൻ്റെ വൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ, അതേപോലെ വേണമെങ്കിലും റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലവറാണ് എടുത്തത്. കോൺഫ്ലവർ എടുത്ത് വിചാരിച്ചൊരു പ്രശ്നമില്ല. അധികം ലൂസായി പോവരുത്, കുറച്ചൊക്കെ ഈ ഒരു കട്ട്ലറ്റുമ്മൽ പിടിച്ച് നിൽക്കുന്ന പാകത്തിന് വേണം. അപ്പോൾ ഇതാ മൊത്തം ഞാൻ അങ്ങനെ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം.
കട്ലറ്റൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴായാലും നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. അത് ഈ ഒരു കട്ലറ്റ് എന്നല്ല, ഏതൊരു കട്ലറ്റ് ആയാലും ഏത് സ്നാക്സ് ആയാലും നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാനിൽ കൊള്ളുന്ന അത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ആകുമ്പോൾ സാധാ കട്ലറ്റ് ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ കട്ലറ്റിനൊന്നും ഒരു പ്രത്യേകതയില്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന മിക്സിലാണ് മാറ്റം. ഫ്രൈ ചെയ്തെടുക്കുന്നിടത്തൊന്നും ഒരു മാറ്റമില്ല. ഇപ്പോൾ ഏകദേശം ഇവിടെ കട്ലറ്റൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ആയത് എടുത്ത് മാറ്റാം. രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറാക്കി എടുത്തിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കട്ലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയുക, ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഞാൻ ഈ ചെയ്ത അത്രയും വലുപ്പത്തിൽ സവാള കട്ട് ചെയ്ത് ഈ ഒരു കട്ലറ്റിലേക്ക് ചേർക്കരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സവാള നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറുതാക്കി കുഞ്ഞാക്കി സവാള കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കട്ലറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.